സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഇന്നും മോക്ക് ടെസ്റ്റാണ്. 40 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, അതുപോലെ പുതിയ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടെ 40 ചോദ്യങ്ങൾ. അപ്പോൾ നമ്മുടെ എല്ലാ മോക്ക് ടെസ്റ്റും പോലെ ഇതൊരു പ്രാക്ടീസ് കം മോക്ക് ടെസ്റ്റാണ്. അതായത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ പ്രാക്ടീസ് ആയിട്ട് എടുക്കാം, പഠിക്കാനായിട്ട് എടുക്കാം, എല്ലാ രീതിയിലും ഉപയോഗിക്കാം. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അധ്വാനിക്കുന്നവർ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നതുകൊണ്ട് എല്ലാ ദിവസവും കൂടുതൽ സമയം പഠിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ കണ്ടെത്തുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ. മികച്ച ചിത്രത്തിനുള്ള 93ാമത് ഓസ്കർ പുരസ്കാരം 2021 നേടിയതാര്? ഓപ്ഷൻ ബി, നൊമാഡ് ലാൻഡ് എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള 93ാമത് ഓസ്കർ പുരസ്കാരം, അതായത് 2021 ഓസ്കർ പുരസ്കാരം നേടിയത് നൊമാഡ് ലാൻഡ്. ഇനി നൊമാഡ് ലാൻഡിൻ്റെ സംവിധായകൻ ആരാണ്? ക്ലോ ഷാവു ആണ് നൊമാഡ് ലാൻഡിൻ്റെ സംവിധായകൻ, ക്ലോ ഷാവു. അപ്പോൾ ഇദ്ദേഹത്തിനാണ് മികച്ച സംവിധായകനുള്ള 93ാമത് ഓസ്കർ പുരസ്കാരം ലഭിച്ചത്. ക്ലോ ഷാവു, നൊമാഡ് ലാൻഡിൻ്റെ സംവിധായകന്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള PSC winner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മികച്ച നടനുള്ള 93ാമത് ഓസ്കർ പുരസ്കാരം 2021 നേടിയതാര്? ഓപ്ഷൻ എ, ആൻ്റണി ഹോപ്കിൻസിനാണ് മികച്ച നടനുള്ള 93ാമത് ഓസ്കർ പുരസ്കാരം 2021 ലഭിച്ചത്. ആൻ്റണി ഹോപ്കിൻസിന്. ഇനി മികച്ച നടി ആരാണ്? ഫ്രാൻസസ് മക് ഡോർമൻ്റ് ആണ് മികച്ച നടി. 93ാമത് ഓസ്കർ പുരസ്കാരം 2021 മികച്ച നടി ഫ്രാൻസസ് മക് ഡോർമൻറ്റും മികച്ച നടൻ ആൻ്റണി ഹോപ്കിൻസും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 78ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2021 മികച്ച ചിത്രമേത്? ഓപ്ഷൻ ബി, അതും നൊമാഡ് ലാൻഡിന് തന്നെയാണ്. 78ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2021 മികച്ച ചിത്രം നൊമാഡ് ലാൻഡ് തന്നെയാണ്. അപ്പോൾ ഓസ്കാർ 2021 ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2021 മികച്ച ചിത്രം ഏത് തന്നെയാണ്? നൊമാഡ് ലാൻഡ് ആണ്. ഇനി ഈ രണ്ടിലെയും മികച്ച സംവിധായകൻ ആര് തന്നെയാണ്? നൊമാഡ് ലാൻഡിൻ്റെ സംവിധായകനായ ക്ലോ ഷാവു തന്നെയാണ്. ഈ രണ്ടിലും, അതായത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലും ഓസ്കർ 2021 മികച്ച സംവിധായകൻ ക്ലോ ഷാവു. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഡു ദ 5 ക്യാമ്പയിൻ ആരംഭിച്ചതാരും? ഓപ്ഷൻ സി, ഗൂഗിളാണ് കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനായിട്ട് ഡു ദ 5 എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത്. ഗൂഗിൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 ഏപ്രിലിൽ ഏത് രാജ്യമാണ് ഇന്ത്യയോടൊപ്പം വരുണ 2021 എന്ന സംയുക്ത നാവികാഭ്യാസത്തിൽ പങ്കെടുത്തത്? ഓപ്ഷൻ എ, ഫ്രാൻസ് ആണ് വരുണ 2021 എന്ന സംയുക്ത നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഇന്ത്യയും ഫ്രാൻസും. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫുഗാക്കു ആണ്. ഫുഗാക്കു വികസിപ്പിച്ച രാജ്യമേത്? ഓപ്ഷൻ ബി, ജപ്പാനാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫുഗാക്കു വികസിപ്പിച്ച രാജ്യം ജപ്പാനാണ്. പിന്നെ രണ്ടാമത് വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? അമേരിക്കയുടെ സമ്മിറ്റ് ആണ്. രണ്ടാമത് വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് അമേരിക്കയുടെ സമ്മിറ്റ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2020 വർഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർഷമായിട്ട് ആചരിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി, തെലങ്കാനയാണ് 2020 വർഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI നിർമ്മിത ബുദ്ധി വർഷമായിട്ട് ആചരിച്ച വർഷമാണ് തെലങ്കാന. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായി കൂടുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി, ഹൈപ്പർ ഗ്ലൈസീമിയ എന്നതാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായി കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലമുണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം.
എന്നാൽ ഇൻസുലിനോട് പ്രതികരിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവില്ലായ്മ മൂലമുണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കോശ ശ്വസനത്തിൻ്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? ഓപ്ഷൻ സി, ക്രബ്സ് പരിവൃത്തിയാണ് കോശ ശ്വസനത്തിൻ്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? ക്രബ്സ് പരിവൃത്തിയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് PSC ക്വസ്റ്റ്യൻ ആണ്, +2 ലെവലിൽ ചോദിച്ചതാണ്. ഇനി അതുപോലെ നമുക്കറിയാം കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയാണ്. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി മൈറ്റോകോൺട്രിയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച സ്ഥലമേത്? ഓപ്ഷൻ ഡി, ആംസ്റ്റർഡാമിലാണ് ഡച്ചുകാരുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഭാവനയായ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിലാണ്. അപ്പോൾ ഈ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമേത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മറ്റൊരു പേരാണ് കേരളാരാമം. അതുപോലെ ഈ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് തയ്യാറാക്കിയത് ഏതു ഭാഷയിലായിരുന്നു? ലാറ്റിൻ ഭാഷയിലായിരുന്നു. ഈ ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് ആരാണ്? അഡ്മിറൽ വാൻ റീഡ് ആണ്. എത്ര വാല്യങ്ങളിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്? 12 വാല്യങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചു. ഇനി അതുപോലെ ഈ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പറയുന്ന വൃക്ഷം തെങ്ങ്, അവസാനം പറയുന്ന വൃക്ഷമാണ് ആൽ. അതുപോലെ നമ്മൾ പഠിച്ചിരിക്കണം, മലയാള ലിപി ആദ്യം അച്ചടിച്ചത് ഏത് ഗ്രന്ഥത്തിലാണ്? ഹോർത്തൂസ് മലബാറിക്കസിലാണ്. മലയാള ലിപി ആദ്യം അച്ചടിച്ച ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇനി ആദ്യം അച്ചടിച്ച മലയാള പദം ഏതാണ്? തെങ്ങാണ്. ആദ്യം അച്ചടിച്ച മലയാള പദമാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ തെങ്ങ്. അതുപോലെ ഈ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളിയായ ഈഴവ വൈദ്യൻ ആരാണ്? ഇട്ടി അച്യുതനാണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഇനി ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏറ്റവും വലിയ ഏകകോശ ജീവി ഏത്? ഓപ്ഷൻ ബി, അസറ്റ ബുലേറിയാണ്. ഏറ്റവും വലിയ ഏകകോശ ജീവിയാണ് അസറ്റ ബുലേറിയ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി, 1513 താഴെ തന്നിട്ടുള്ളവയിൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം അല്ലാത്തത് 1513. അപ്പോൾ നമുക്കറിയാം വാസ്കോഡ ഗാമ 3 പ്രാവശ്യമാണ് കേരളത്തിൽ ഇന്ത്യയിലെത്തിയത്. 1498, 1502, 1524 എന്നിങ്ങനെ 3 പ്രാവശ്യം. അപ്പോൾ വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനവുമായിട്ട് ഇന്ത്യയിലെത്തിയ വർഷമാണ് 1524. അതുപോലെ വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലെത്തിയ വർഷമേത്? ഈ 3ാമത്തെ പ്രാവശ്യമാണ്. അതായത് 1524 വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിൽ എത്തിയത്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. SBIയുടെ സ്ഥാപക ചെയർമാനായ മലയാളി ആര്? ഓപ്ഷൻ എ, ജോൺ മത്തായി ആണ്. SBIയുടെ സ്ഥാപക ചെയർമാനായ മലയാളി ജോൺ മത്തായി. 14ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏത് ജില്ലയിലാണ് പുകയില കൃഷി ഉള്ളത്? ഓപ്ഷൻ ബി, കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൽ പുകയില കൃഷിയുള്ളത്. കാസർഗോഡ് ജില്ലയിൽ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ഡി, ഇടുക്കി ജില്ലയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ജില്ല. അപ്പോൾ 1972 ജാനുവരി 26 ഇടുക്കി ജില്ല രൂപം കൊള്ളുന്നത്. അതുപോലെ നമുക്കറിയാം വനവിസ്തൃതിയിൽ ഏറ്റവും മുന്നിലുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ജില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനസാന്ദ്രതയിൽ ഏറ്റവും പിന്നിലുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. ഇനി അതുപോലെ സ്ത്രീ പുരുഷ അനുപാതത്തിലും ഏറ്റവും പിന്നിലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ലയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ, മൊറാർജി ദേശായി ആണ്. രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി, ആദ്യ കോൺഗ്രസ് ഇതര ഇന്ത്യൻ പ്രധാനമന്ത്രി. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗരം പാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ,
ആസാമിലാണ് ഗരംപാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കർണാടകയിലെ ശ്രാവണ ബെൽഗോള ഏതു മതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കർണാടകയിലെ ശ്രാവണ ബെൽഗോള ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഉദകമണ്ഡലം എന്നറിയപ്പെടുന്ന സ്ഥലമേത്? ഓപ്ഷൻ സി, ഊട്ടിയാണ്. ഉദകമണ്ഡലം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഊട്ടി. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യമേത്? ഓപ്ഷൻ എ, മരവാഴയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യം മരവാഴ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാഹിർമാത മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ ബി, ഒഡീഷയിലാണ്. ഗാഹിർമാത മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ. നമുക്കറിയാം, ഒലീവ് റിഡ്ലി ആമകളുടെ സങ്കേതമാണ് ഗാഹിർമാത തീരം. ഒഡീഷയിലെ ഗാഹിർമാത തീരം ഒലീവ് റിഡ്ലി ആമകളുടെ സങ്കേതമാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗാ ഗ്രാമം ഏത്? ഓപ്ഷൻ ഡി, കുന്നന്താനമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗാ ഗ്രാമമാണ് കുന്നന്താനം. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രധാന ജൈന തീർത്ഥാടന കേന്ദ്രമായ പാലിറ്റാന സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ ഡി, ഗുജറാത്തിലാണ്. പ്രധാന ജൈന തീർത്ഥാടന കേന്ദ്രമായ പാലിറ്റാന സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ. അപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് ടെമ്പിൾ കോംപ്ലക്സ് ആണ് പാലിറ്റാന. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2019 ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി, മലപ്പുറം ജില്ലയിലാണ്. 2019 ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ മലപ്പുറം ജില്ലയിൽ. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏത്? ഓപ്ഷൻ എ, ജി പാർത്ഥസാരഥി കമ്മീഷനാണ്. ഇന്ത്യയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ജി പാർത്ഥസാരഥി കമ്മീഷൻ. നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഈ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ പേരാണ് ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇനി അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ഇഗ്നോ ആണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ, വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കദംബ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഏത് സംസ്ഥാന സർക്കാരിൻ്റേതാണ്? ഗോവ സർക്കാരിൻ്റേതാണ്. കദംബ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഗോവ സർക്കാരിൻ്റേത്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചത് ഇവിടെ? ഓപ്ഷൻ സി, യർവാദ ജയിലിലാണ്. പൂനെയിലെ യർവാദ ജയിലിലാണ് കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചത്. യർവാദ ജയിലിൽ, പൂനെയിലെ യർവാദ ജയിലിൽ. ഇനി അതുപോലെ ഈ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. 1932 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റംസെ മക്ഡൊണാൾഡാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. ഇനി അതുപോലെ ഗാന്ധിജിയുടെ നിരാഹാര സമരം അവസാനിപ്പിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? പൂനെ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജിയുടെ നിരാഹാര സമരം, കമ്മ്യൂണൽ അവാർഡിനെതിരെയുള്ള നിരാഹാര സമരം അവസാനിപ്പിച്ചത് പൂനെ ഉടമ്പടി പ്രകാരം. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവമാണ്. ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. 1922 ചൗരി ചൗര സംഭവം. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷമേത്? ഓപ്ഷൻ സി, 1911 ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷമാണ് 1911. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ എ വേവൽ പ്രഭു ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു. അപ്പോൾ 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. ഇനി അതുപോലെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ്: ക്ലമൻ്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യയിൽ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. ക്ലമൻ്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു, മൗണ്ട് ബാറ്റൺ പ്രഭു അല്ല. അതുപോലെ 1946 മുംബൈയിൽ നാവിക കലാപം നടന്നപ്പോൾ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. 1946 മുംബൈ നാവിക കലാപം നടന്നപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു, അപ്പോഴും മൗണ്ട് ബാറ്റൺ പ്രഭു അല്ല. അതുപോലെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു, മൗണ്ട് ബാറ്റൺ അല്ല. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വർഷമേത്? ഓപ്ഷൻ ഡി 1960 ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വർഷമാണ് 1960. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ ബി ഗാന്ധി ഇർവിൻ പാക്ട് 1930. ഇതാണ് ഇവിടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി. ബാക്കിയുള്ളത് റൗലറ്റ് ആക്ട് നടന്നത് 1919 കരിനിയമം റൗലറ്റ് ആക്ട് 1919. ഇന്ത്യയിൽ ആദ്യ ഹൈക്കോടതി സ്ഥാപിതമായത് 1862 കറക്റ്റാണ്. അതുപോലെ പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കിയത് 1784 കറക്റ്റാണ്. അപ്പോൾ ഇവിടെ തെറ്റായത് ഗാന്ധി ഇർവിൻ പാക്ട്. നമുക്കറിയാം ഗാന്ധി ഇർവിൻ പാക്ട് നടന്ന വർഷം ഏതാണ്? 1931 ഗാന്ധി ഇർവിൻ പാക്ട് നടന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ ഡെറാഡൂണിലാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, ഡെറാഡൂൺ. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി ആര്? ഓപ്ഷൻ ഡി NES രാഘവനാചാരിയാണ് കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി. ആരാണ്? NES രാഘവനാചാരി. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? പത്മ രാമചന്ദ്രനാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് പത്മ രാമചന്ദ്രൻ. അതുപോലെ കേരളത്തിലെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? നിവേദിത പി ഹരനാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറിയാണ് നിവേദിത പി ഹരൻ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് മേഖലയിലെ മികവിനാണ് JCB പുരസ്കാരം നൽകപ്പെടുന്നത്? ഓപ്ഷൻ സി സാഹിത്യ മേഖലയിലെ മികവിനാണ് JCB പുരസ്കാരം നൽകപ്പെടുന്നത്, സാഹിത്യ മേഖലയിൽ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഓപ്ഷൻ സി ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്, ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1931 ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സമരം ആരംഭിച്ചത്, 1931. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. കേരള ഗാന്ധി കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്, കെ കേളപ്പൻ. അതുപോലെ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AK ഗോപാലൻ. ഇനി അതുപോലെ ഗുരുവായൂർ ക്ഷേത്രമണി അടിച്ച ആദ്യ അബ്രാഹ്മണൻ ആരായിരുന്നു? P കൃഷ്ണപിള്ളയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രമണി അടിച്ച ആദ്യ അബ്രാഹ്മണനായിരുന്നു P കൃഷ്ണപിള്ള. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മുടെ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1812 കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഏത്? ഓപ്ഷൻ എ കുറുമ്പറാണ്.
1812 കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പർ. അപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ ആകമാനം നടന്ന ഒരേ ഒരു ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം. കുറിച്യ കലാപത്തിൻ്റെ വർഷമാണ് 1812. അതുപോലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. രാമനമ്പി. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡോട്ട് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്ഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷയരോഗത്തിലെ ചികിത്സയാണ് ഡോട്ട് ചികിത്സ. ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 18ഓളം ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ ബി സ്വാതി തിരുനാളാണ്. 18ഓളം ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവ് സ്വാതി തിരുനാളാണ്. അതുപോലെ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സ്കൂളും ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സ്കൂളും ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ്. ഇനി സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് വളർന്നു വന്ന നൃത്തരൂപം ഏതാണ്? കേരളത്തിൻ്റെ തനത് നൃത്തരൂപമായ മോഹിനിയാട്ടമാണ്. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് വളർന്നു വന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എല്ലാം കൂടെ കൂട്ടി ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ്. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള PSC winner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.